തിരുവനന്തപുരത്തെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. തിരുവനന്തപുരം രൂപീകൃതമായത് എന്നാണെന്നറിയാമോ? 1949 ജൂലൈ 1 അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് പൂർണ്ണമായിട്ട് വൈദ്യുതീകരിച്ച ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം ഏതാണ്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം സ്ഥിതി ചെയ്യുന്നത് കരമനയാറിൻ്റെ തീരത്താണ്. എവിടെയാണ്? കരമനയാറിൻ്റെ തീരത്താണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ആഘോഷം ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ആറ്റുകാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ആറ്റുകാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കേരള PSCയുടെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരം. കേരള PSCയുടെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരമാണ്. അതുപോലെ കേരള സർവകലാശാല എവിടെയാണ്? പാളയം തിരുവനന്തപുരം. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ പ്രതിമകളുടെ നഗരമെന്നറിയപ്പെടുന്നു തിരുവനന്തപുരം. പ്രതിമകളുടെ നഗരം തിരുവനന്തപുരമാണ്. അതുപോലെ തന്നെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അതുപോലെ ഭീമാപ്പള്ളി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഭീമാപ്പള്ളി എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അതുപോലെ ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തുമ്പ. അതെവിടെയാണ്? തിരുവനന്തപുരത്താണ്. അതുപോലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അതുപോലെ പബ്ലിക് ലൈബ്രറി, കേരള സർവകലാശാല, യൂണിവേഴ്സിറ്റി കോളേജ്, നക്ഷത്ര ബംഗ്ലാവ്, പ്രസ് ക്ലബ്ബ്, മൃഗശാല തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ കുതിരമാളിക സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ശംഖുമുഖം, തിരുവനന്തപുരം. നേപ്പിയർ മ്യൂസിയവും ഹാൻസിയോൺ കൊട്ടാരവും സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അതുപോലെ തിരുവനന്തപുരത്താണ് നേപ്പിയർ മ്യൂസിയം, ഹാൻസിയോൺ കൊട്ടാരം. കവടിയാർ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. അതുപോലെ നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ല. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒരേ ഒരു പക്ഷി സങ്കേതമാണ് അരിപ്പ പക്ഷി സങ്കേതം. അതെവിടെയാണ്? തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് ടെക്നോ പാർക്ക് അതെവിടെയാണ്? തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ അനിമേഷൻ പാർക്ക് എവിടെയാണ്? കിൻഫ്ര അനിമേഷൻ പാർക്ക് അതെവിടെയാണ്? തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ അമ്മത്തൊട്ടിൽ എവിടെയാണ്? തൈക്കാട്, തിരുവനന്തപുരം. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ അക്വാട്ടിക് മ്യൂസിയം എവിടെയാണ്? പിരപ്പൻകോട്, തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായിട്ട് പുകയില പരസ്യരഹിത ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. അതുപോലെ കേരളത്തിൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന ജില്ല കേരളത്തിൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. കേരളത്തിൽ ഏറ്റവും കുറച്ച് മഴ ജില്ല തിരുവനന്തപുരമാണ്. അതുപോലെ പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ്. ക്ലിഫ് ഹൗസ്, കന്റോൺമെന്റ് ഹൗസ്, രാജ്ഭവന് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തിരുവനന്തപുരത്താണ്. സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷനായ തിരുവനന്തപുരം സെൻട്രൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരത്താണ്. എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ കേരള വനം വകുപ്പിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള പോലീസിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കേട്ടോ. അയ്യങ്കാളി സ്മാരകം എവിടെയാണ്? തോന്നയ്ക്കൽ, തിരുവനന്തപുരം. ഉള്ളൂർ സ്മാരകം ജഗതി, തിരുവനന്തപുരം. അതെവിടെയാണ്? തിരുവനന്തപുരത്താണ്. പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നതാണ് തിരുവനന്തപുരമാണ്. നമ്മൾ തിരുവനന്തപുരത്തെക്കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ് വളരെ പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയേറിയ ക്വസ്റ്റ്യൻസാണ്. ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് പരീക്ഷകൾക്കൊക്കെ ഉപകാരപ്പെടുന്നതാണ്. തിരുവനന്തപുരം ജില്ലയെക്കുറിച്ച് പറഞ്ഞാലും ക്വസ്റ്റ്യൻസ് തീരത്തില്ല. അതുപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പെട്ടെന്ന് ഒരു സ്റ്റുഡൻറ്റ് ഓർമ്മയിൽ വന്നു. കേരളത്തിലെ ആദ്യത്തെ പൂർണ്ണമായിട്ടും കമ്പ്യൂട്ടർവൽക്കരിച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് അറിയാമോ? വെള്ളനാട്. അതെവിടെയാണ്? തിരുവനന്തപുരം.